ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ള കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഒന്ന്. അപ്പോൾ ആ ഒരു ടോപ്പ് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രണ്ട് പോർഷനും അതിൻ്റെ ലൈനിങ്ങും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം മീതിയൊക്കെ ആക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കതിൻ്റെ മീതെ ഈ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് നെക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നെക്കിൽ വ്യത്യാസം കാണിക്കുന്നത് ഞാൻ ലൈനിങ്ങിൽ ആ ഒരു ബാക്ക് പോർഷൻ എടുത്തിട്ടാണ് കേട്ടോ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് നെക്കിൽ കുറച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ബാലൻസ് വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തോളൂ. അപ്പോൾ ഞാൻ കുറച്ച് എളുപ്പത്തിന് ചെയ്തതാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മീതെയായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം, ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കറക്റ്റ് മീതെ തന്നെ അടുത്ത സ്റ്റിച്ചും കൊടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഉൾവശമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ. അപ്പോൾ അത് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ എഡ്ജ് വശങ്ങളുണ്ടല്ലോ അതൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ എഡ്ജ് വശങ്ങൾ. അപ്പോൾ ഈ മൊത്തത്തിൽ നമുക്ക് ആ സ്റ്റിച്ചിൽ തൊടാതെ മൊത്തത്തിലൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ച് കൊടുക്കുമ്പോൾ നീറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. തൊട്ടടുത്തടുത്ത് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ കട്ടിങ്സ്. അപ്പോൾ മൊത്തത്തിൽ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ടെടുക്കാം. ഇതെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ നോർമൽ എല്ലാ ടോപ്പിലും ചെയ്യുന്നത് തന്നെയാണിത്. നമ്മുടെ ചാനലിൽ തന്നെ ഇങ്ങനെ കാണിക്കാറുണ്ട് കേട്ടോ, ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് മറച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനത് പതിച്ചടിച്ച് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്ക് ഇതേ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് അയൺ ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത ബാക്ക് പോർഷൻ ഉണ്ടല്ലോ അതെടുക്കാം. അതും നമുക്ക് ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതായത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം മീതേക്ക് ആക്കി വെച്ച് കൊടുക്കുക. അതിൻ്റെ മീതെ ലൈനിങ് കൂടെ വെച്ച് കൊടുത്തിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നെക്ക് മൊത്തത്തിൽ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് എഡ്ജ് വശങ്ങളൊക്കെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് ഞാൻ ഇനി സെപ്പറേറ്റ് കാണിക്കുന്നില്ല, ഈ ഒരു മെത്തേഡിൽ തന്നെ അത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്തെടുക്കാം, ഡബിൾ സ്റ്റിച്ച് കൊടുത്തൊന്ന് എടുക്കാം. അപ്പോൾ അത് മൊത്തത്തിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മോൾ വശം ഉണ്ടല്ലോ അതൊന്ന് ഇതുപോലെ ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. അതായത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ ഷോൾഡറിൻ്റെ വശം ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് വശങ്ങളും ഞാൻ ഇതുപോലെ മേൽവശത്ത് ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഷോൾഡർ ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റാതിരിക്കും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഒരുമിച്ച് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ ആ ഒരു വശം. ഇനി നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പോർഷൻ എടുക്കാം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. ഷോൾഡറിൻ്റെ വശം ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ഇട്ട് എടുക്കാം. അപ്പോൾ ഷോൾഡർ ജോയിൻ്റ് ഇട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ ഒരു സൈഡിൽ ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഷോൾഡറും ഷോൾഡറിലെ ഒരു ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും തമ്മിൽ. അപ്പോൾ അത് ആ ഒരു പീസ് നമ്മളത് ജോയിൻ്റ് ഇട്ട് കൊടുക്കാത്ത ഒരു പീസ് ഉണ്ടല്ലോ, അതായത് ഫ്രണ്ട് പോർഷൻ, അതിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ആ ലൈനിങ് വശം ഇപ്പോൾ കാണുന്ന ലൈനിങ് വശത്തിൻ്റെ മീതേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു വശത്തെ ലൈനിങ് മറുവശത്തേക്ക് മറച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ പീസ് വെച്ചിട്ടുണ്ടെന്ന് മാത്രം. ഇത് ജോയിൻ്റ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്, ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നത്, അങ്ങനത്തെ അതുപോലെ ഷോൾഡർ എല്ലാതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഓൾറെഡി ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ നിങ്ങൾക്കത് ക്ലിയർ ആക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഷോൾഡർ ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ്. അപ്പോൾ കണ്ടോ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് അടുത്ത ഷോൾഡറും ഇതുപോലെ തന്നെ ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ നമ്മൾ തൊട്ട് മുന്നാണ് കേട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇതിപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു 11 വയസ്സായ കുട്ടിയുടെ അളവിലാണ് കേട്ടോ. നമ്മൾ നോർമൽ സൈസാണ്, സ്റ്റാൻഡേർഡ് സൈസാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൈസാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അളവിനനുസരിച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. ചിലപ്പോൾ വണ്ണം ഇച്ചിരി കുറവായിരിക്കും, അല്ലെങ്കിൽ ഉയരം കൂടുതലായിരിക്കും. ഓരോ കുഞ്ഞുങ്ങളുടെ സൈസിന് വ്യത്യാസങ്ങൾ വരും. നമ്മൾ 11 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന അളവിൽ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഷോൾഡറൊക്കെ ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, ഹുക്ക് വെക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യണം.
അപ്പോൾ അതേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നെക്കിൻ്റെ വശം. അപ്പം നെക്ക് നമ്മൾ പതിച്ചൊന്നും അടിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ, ഞാനത് പതിച്ചടിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അതായത് ബാക്ക് പോർഷനിൽ നമുക്ക് ഹുക്ക് വയ്ക്കുന്ന ഭാഗം ആദ്യം തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു വശം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അതായത് 2 പീസാക്കി എടുക്കണമല്ലോ. ഹുക്ക് തുന്നി പിടിപ്പിക്കുന്ന ഭാഗം ഹുക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഐൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് പോർഷൻ ആദ്യം തന്നെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബാക്ക് പോർഷൻ ഒന്ന് സെൻറ്റർ മടക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം സെൻറ്റർ മടക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ജോയിൻ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തെറ്റില്ല, കാരണം ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല, എന്നാലും ഞാൻ പറയുകയാണ് കേട്ടോ. ചിലപ്പോൾ വശങ്ങൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ വശങ്ങൾ മാറിപ്പോവില്ല. അപ്പോൾ അതേ ബാക്ക് പോർഷൻ ഇതുപോലെ സെൻറ്റർ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആദ്യമേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബാക്ക് പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഷോൾഡർ ജോയിൻ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാതെ തെറ്റൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോളൂ. അപ്പം ഞാൻ 2 ടൈപ്പിലും ചെയ്യാറുണ്ട്, ഇങ്ങനെയും ചെയ്യാറുണ്ട്. ആദ്യമേ ആ ഒരു ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടും ജോയിൻ്റ് ചെയ്ത് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു വശത്ത് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലെഫ്റ്റിലാണ് പിൻ ചെയ്ത് കൊടുക്കുന്നത്, റൈറ്റ് സൈഡ് നമുക്ക് ഒപ്പം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ട് അത് തെന്നി പോവില്ല. ആ കട്ട് ചെയ്തേണ്ട ആ ഒരു വശം അങ്ങനെ തന്നെ നീക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് തുണി അങ്ങോട്ടും തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ ഇതുപോലെ ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്ത വശം നമുക്കിതുപോലെ ആ ഒരു വശം ഒന്ന് പിൻ ചെയ്ത വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷനിലേക്കുള്ള ആ ഒരു പീസ് ജോയിൻ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 4 പീസൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ കട്ട് പീസുകൾ ലെവലാക്കി എടുക്കാണല്ലോ ചെയ്തേ. അപ്പോൾ അതൊന്ന് ആദ്യമേ ജോയിൻ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഹുക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് മെയിൻ ക്ലോത്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ലൈനിങ് വെച്ചോളൂ കേട്ടോ. ലൈനിങ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഹുക്ക് ഇട്ട് പോകുമ്പോൾ ആ വശം മറിഞ്ഞു പോകും. അപ്പോൾ അത് അത്ര പ്രശ്നമായിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു വശം അങ്ങനെ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈനിങ്ങോ അല്ലെങ്കിൽ ആ മാച്ചിങ്ങിനുള്ള കളർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ എഡ്ജ് വശങ്ങൾ അതേ ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടും ഞാൻ ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഒരു ബാക്ക് സൈഡ് ഉണ്ടല്ലോ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്, അതെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഹുക്ക് തുന്നി പിടിപ്പിക്കുന്ന ഭാഗമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല വശം ഇതിൻ്റെ മീതേക്കാക്കി വെക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസ് നമുക്കൊന്ന് ലെവലാക്കി എടുക്കാം. അതിൻ്റെ എഡ്ജ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ മടക്കി കൊടുക്കാം. ഇത് 1 ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ വീതി. ഇനി ഇത് സെൻറ്റർ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ അരികിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. ഒരു എൻഡിൽ എത്തണക്കാറ്റും കുറച്ച് മുന്നേ നമ്മൾ ആ ഒരു ക്ലോത്തിൻ്റെ ലെങ്ത്ത് 1 ഇഞ്ചോ ഒരു 1/2 ഇഞ്ചോ കൂട്ടിയിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ബാലൻസ് നിൽക്കുന്ന ആ ഒരു വശം ഉണ്ടല്ലോ, ആ വശം ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഇനി നമുക്കതൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് എൻ്റെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പീസ് നേരെ ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അരികിലൂടെ. അപ്പോൾ ദേ ഇതിൻ്റെ അരികിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ഐ തുന്നുന്ന ഭാഗമുണ്ടല്ലോ, അതായത് ഹുക്ക് ഇട്ട് കൊടുക്കുന്ന ഐ, അതെടുക്കാം. ആ വശം എടുക്കാം. ആ വശം നമ്മൾ ലൈനിങ് പോർഷനിൽ നിന്നാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് എടുക്കുക. ആ ഒരു പീസ് നമ്മൾ ആ എടുത്ത അളവ് ഒരു 1.5 ഇഞ്ചൊക്കെ എടുക്കുക കേട്ടോ വീതി. ആ ഒരു വീതിക്ക് തന്നെ അതിൻ്റെ മീതെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇനി അതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അരികിലൂടെ നമുക്ക് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ പോലെ തന്നെ എൻഡിൽ എത്തണക്കാറ്റി മുന്നേ നമ്മൾ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് നീട്ടിയിട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഫോൾഡ് ചെയ്ത് കൊടുക്കാനുള്ളിലേക്ക്. അപ്പോൾ ഇത് ഇതുപോലെ നീട്ടിയിട്ട് കൊടുത്ത് കട്ട് ചെയ്യുക. ആ ഒരു പീസ് ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് നമുക്ക് ഉൾവശത്ത് നിന്ന് നല്ല വശത്തേക്ക് വീതിക്ക് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ഇതുപോലെ വീതിക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് കട്ടി വേണം ഈ ഒരു വശം.
അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കട്ട് പീസ് ആയതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നും ഒരു പ്രശ്നവും വരില്ല കേട്ടോ. കാരണം അതൊന്നും അറിയില്ല നമ്മളിത് നോക്കുമ്പോൾ. കാരണം നമ്മൾ ആ ഒരു സൈഡിലത്തെ ഹുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് മറഞ്ഞു പോകും. അപ്പോൾ അതെന്തായാലും പുറത്തേക്ക് കാണുമൊന്നുമില്ല ആ ഭാഗം. അപ്പോൾ അതുകൊണ്ട് ജോയിൻ്റ് ഇട്ടതുകൊണ്ടൊന്നും പ്രശ്നമില്ല. നമ്മൾ കട്ട് പീസ് ആണെങ്കിലും ജോയിൻ്റ് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു അരികിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത അരികിലും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു അടിച്ച് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹുക്ക് വെക്കുന്ന ഭാഗം ഇവിടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു സ്ലീവ് വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിലൊന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കണം. അതായത് ലൈനിങ്ങും മെയിൻ ക്ലോത്തിൻ്റെയും ആ ഒരു ആം ഹോളിൻ്റെ വശം ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കുക. സ്ലീവ് വെച്ച് കൊടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഞാനത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളിനി ലൈനിങ് പെട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു വശം പിന്നിപ്പോയി എന്നുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ രണ്ട് സൈഡും നമ്മളിതുപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ ജോയിൻ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ പെട്ടെന്ന് പ്ലീറ്റ്സൊക്കെ ഇട്ടിട്ട് പഫ് സ്ലീവൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ ലൈനിങ് അതിൽ പെടാതെയൊക്കെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പണിയെടുക്കണം. വീണ്ടും ആ ഒരു വശങ്ങൾ വീണ്ടും അഴിച്ച് സ്റ്റിച്ച് ചെയ്യണമല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്ലീവ് നേരിട്ടിട്ട് ഷോൾഡറിൻ്റെ വശത്ത് പ്ലീറ്റ്സ് ഇട്ടിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ സ്ലീവ് സെപ്പറേറ്റ് ആയിട്ട് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ഇതിൽ വെച്ച് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ എൻഡ് വശം ഉണ്ടല്ലോ, എൻഡ് വശത്ത് പ്ലീറ്റ്സ് ഇട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് ആം ഹോളിൻ്റെ വശത്ത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയും നമുക്ക് പഫ് സ്ലീവ് വെക്കാം. അല്ലാതെ നമ്മൾ പഫ് സ്ലീവ് വേറെ സെപ്പറേറ്റ് എല്ലാ സ്റ്റിച്ചിങ്ങും കഴിച്ചിട്ട് ഇതിൽ വെച്ച് ജോയിൻ ചെയ്യണമെങ്കിലും അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ സ്ലീവിൻ്റെ ആ ഒരു അടിവശത്ത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് എൻഡ് വശത്ത് കേട്ടോ, സ്ലീവിൻ്റെ എൻഡ് വശത്ത് സെൻട്രലായിട്ട് കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ചെറുതായിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അളവ് ഏകദേശം ഒരു 12-13 ഇഞ്ചിൽ, 12 ഇഞ്ചൊക്കെ മതിയായിരിക്കും. 12 ഇഞ്ചിലേക്ക് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് എടുക്കണം കേട്ടോ. അത് ഒരുപാട് വലിപ്പം കൂട്ടിയിട്ട് കഴിഞ്ഞ് സ്ലീവിൻ്റെ ഭംഗി പോവും. അപ്പോൾ കറക്റ്റ് 12-13 ആ ഒരു അളവിൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. അപ്പോൾ അതേ ഞാൻ മൊത്തത്തിൽ പ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാലൻസ് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അത് കറക്റ്റ് അളവല്ലേ നോക്കിയിട്ട് പ്ലീറ്റ്സ് ഇട്ടെടുക്കുക. പഫ് സ്ലീവ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ അളവുകൾ ജസ്റ്റ് നോക്കേണ്ടി വരും സ്റ്റിച്ച് ചെയ്യണ സമയത്ത് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് അളവല്ലേ താഴെ പ്ലീറ്റ്സ് ഇടുന്നതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം പ്ലീറ്റ്സ് ഇടാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് പ്ലീറ്റ്സ് കൂടുതലാണ് കേട്ടോ, ഞാൻ നല്ല തിക്കിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിവശം ഉണ്ടല്ലോ, അടിവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അടിവശത്തിൻ്റെ അളവ് വരുന്നത് 12 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 13 വരെ എടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പീസ് എടുക്കാം കേട്ടോ. അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള പീസ് ഉണ്ടല്ലോ, ആ പീസ് എടുക്കാം. അപ്പോൾ ആ ക്ലോത്ത് ഞാൻ കുറച്ച് വീതിയിൽ എടുത്തിട്ടുള്ളത്. ഈ തുണി നല്ല കനം കുറവാണ്, അപ്പോൾ അത് കുറച്ച് കട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീതി കൂടുതലെടുത്തത്. അപ്പോൾ ആദ്യം ആ ക്ലോത്ത് സെൻറ്റർ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ അരികിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് മോശം വശത്താണ് കേട്ടോ. മോശം വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ബാലൻസ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടിങ്ങിൻ്റെ സമയത്ത്. ഇനി ആ ഒരു പീസ് നമുക്ക് കുറച്ച് കനത്തിൽ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കട്ടിയുള്ള തുണി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കനം വീതി വേണ്ട കേട്ടോ തുണി. അതിന് ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കുറവെടുത്താൽ മതി. അപ്പോൾ അത് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിനകത്തൊരു ലേസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്ലീവിൻ്റെ മേൾവശത്തായിട്ടൊരു ലേസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലേസ് നമുക്കിതിൻ്റെ മേലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത്. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലേസൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ ലേസ് ഇതിൻ്റെ മീതിയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വെച്ച് കൊടുക്കുന്നത് ആ ഒരു സ്റ്റിച്ചിൻ്റെ മീതേക്കായിട്ടാണ് കേട്ടോ. കുറച്ച് ഭാഗം ഇങ്ങനെ കാണുന്ന പോലെയാണ് കേട്ടോ. കറക്റ്റ് എൻഡിലേക്കല്ല വെച്ച് കൊടുക്കുന്നത്, കുറച്ച് ഭാഗം ഇങ്ങനെ കാണുന്ന പോലെ ആ ഒരു സ്ലീവിൻ്റെ മീതേക്കായിട്ട് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് മൊത്തത്തിലൊന്ന് ഇതുപോലെ ആ ഒരു എൻഡ് വരെ ഇതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ലേസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ലേസിന് നമുക്ക്
നമ്മൾ റോളായിട്ടാണ് കേട്ടോ മേടിക്കുക. ഇതല്ലാതെ ഇത് 1 മീറ്റർ 2 മീറ്റർ ഒക്കെ ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടും. അത്ര റേറ്റൊന്നും വരില്ല. നല്ല ഭംഗിയുള്ള ലേസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇതുപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബോഡി പാർട്ടിൽ ഈ ഒരു സ്ലീവ് ഒന്ന് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോഡി പാർട്ട് എടുക്കാം. അപ്പോൾ ബോഡി പാർട്ട് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക. അതിന് ശേഷം ഷോൾഡറിൽ നിന്ന് നമുക്ക് ഈ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആം ഹോളിൽ നിന്ന് ആദ്യം തന്നെ കുറച്ച് പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് ഈ ഒരു എഡ്ജ് വശത്ത് നിന്ന് കുറച്ച് പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന ആ ഒരു ക്ലോത്ത് മൊത്തം നമുക്ക് ഇതിനകത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ, ഈ ഒരു രണ്ട് വശം മൊത്തം. അപ്പോൾ ഇതേ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു വശങ്ങൾ മൊത്തം പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതിയായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് വശത്തു കൂടെ നമുക്ക് ഒരു ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡും ഒന്ന് ജോയിൻ്റ് ഇട്ട് സ്ലിറ്റ് ഇടണം. അതുപോലെ താഴ്വശം ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതും കൂടി ഉള്ളൂ നമുക്ക് ഈ ഒരു ടോപ്പിന് ഇനി ബാലൻസ്. അപ്പോൾ ഇതേ സ്ലീവ് ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് നല്ല പഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലീവും ചെയ്തെടുക്കാം കേട്ടോ. അത് ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം ഇതിൽ അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു സ്ലീവും കൂടെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് സൈഡ് ജോയിൻ്റ് ഇട്ടിട്ട് സ്ലിറ്റ് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ലീവ് നമുക്ക് പഫ് നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്ലോത്ത് കൂടുതലും കുറവൊക്കെ എടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് പഫ് സ്ലീവ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത്ര അളവ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ സ്ലിറ്റിൻ്റെ അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. നമ്മൾ ലൈനിങ്ങിൽ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു പോയിൻ്റ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ലീവിൻ്റെ വശത്തുനിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു എഡ്ജിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാം. ആ ഒരു അളവ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എത്രയാണെന്ന് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. അടയാളപ്പെടുത്തി കൊടുത്ത് അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് പിന്നെ അളവ് നോക്കിയാലും മതി. അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ സ്ലിറ്റിൻ്റെ പോയിന്റിലേക്ക് ഇതുപോലെ സ്റ്റിച്ചിങ് അവസാനിപ്പിക്കുന്നുണ്ട്. അതിന് ശേഷം നീഡിൽ കുത്തി നിർത്തിയിട്ട് ക്ലോത്ത് തിരിച്ചു കൊടുത്തിട്ട് വീണ്ടും ആ സ്റ്റിച്ച് സ്ലീവിൻ്റെ ആ ഒരു എൻഡിലേക്ക് തന്നെ ഞാൻ അവസാനിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ എഡ്ജിൽ കുറച്ച് കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ സ്ലിറ്റിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ക്ലിയർ ആയിട്ട് ചെയ്യുന്നത്. സ്ലിറ്റും അതുപോലെ ബാക്കിലെ പോർഷനും മാത്രമായിട്ടാണ് കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ജസ്റ്റ് കാണിക്കാം സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഞാനൊരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡ്ജ് കണ്ടോ, ഒരു ഇച്ചിരി ഒന്നും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് ലെവലാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരും. ഇനി നമുക്കത് ഇതുപോലെ മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു വശം ഇതുപോലെ ഇങ്ങനെ നിവർത്തി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, ഈ ഒരു എഡ്ജ് വശം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ചിങ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു എഡ്ജ് വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമുക്ക് ഒന്ന് നീഡിൽ കുത്തി നിർത്തിയിട്ട് ആ ഫൂട്ട് പൊന്തിച്ചിട്ട് ക്ലോത്ത് മാത്രം ഒന്ന് തിരിച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത വശത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നീഡിൽ കുത്തി നിർത്തിയിട്ട് ഫൂട്ട് പൊന്തിച്ച് കൊടുത്തിട്ട് ബാലൻസ് ഇതുപോലെ ബാക്കിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ സ്ലിറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സ്ലിറ്റൊക്കെ ചില ആളുകൾക്ക് കൂടുതൽ ഡൗട്ടുള്ള കാര്യമാണ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യൽ. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും, നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ചെയ്തെടുക്കാം. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബ്ലൗസ് വരുന്നത്. കണ്ടോ, ഞാൻ 2 ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫ്രണ്ടിലും ബാക്കിലും. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പഫ് സ്ലീവാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് കൺഫ്യൂഷനും ടെൻഷൻ അടിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ബീഡ്സ് വർക്കും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സമയമുള്ളപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, റിവ്യൂസൊക്കെ കമൻറ്റ് ബോക്സിലിടുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.